ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. യൂത്ത് അലൈവിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിങ്സ് അലൈവിന്റെ ഈ വർഷത്തെ ഇഫ്താർ സംഗമം കൊട്ടപ്പുറത്ത് നടന്നു. 300ഓളം പേർ പങ്കെടുത്ത ഇഫ്താറിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടന്നു. യൂത്ത് അലൈവിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിങ്സ് അലൈവിന്റെ ഈ വർഷത്തെ ഇഫ്താർ സംഗമം കൊട്ടപ്പുറത്ത് നടന്നു. 300ഓളം പേർ പങ്കെടുത്ത ഇഫ്താറിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടന്നു. ചടങ്ങ് TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ നിരന്തരമായി യൂത്ത് അലൈവിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പരിശീലനം കൊടുക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് വലിയ പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ തന്നെ ജൈനുൽ ആബിദ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. ആ കുട്ടി പാണ്ടിക്കാട് നിന്ന് ഇവിടെ വരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് ഒരാളുടെ സഹായത്തോടു കൂടി വന്നിരുന്ന കുട്ടി ഇപ്പോൾ സ്വന്തം ബസ് കയറി ഇവിടെ സ്വന്തമായി എത്തുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മാറിയത് ഇതുപോലെയുള്ള യൂത്ത് അലൈവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. പിന്നെ മാത്രമല്ല, എന്നോട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ജലീൽ ഇപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഏറ്റവും വലിയൊരു പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സർവീസ് മേഖലയിലേക്ക് നമ്മൾ കുറച്ച് സമയം നീക്കി വെക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി എന്ന് പറയുന്നത് വേറെ വലിയൊരു സംതൃപ്തിയാണ് എന്നാണ് പറയുന്നത്. VR അജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സെറീന ഹസിബ്, തിരൂരങ്ങാടി SA സത്യനാഥ് മനാട്ട്, ഫൈസൽ കൊല്ലോളി, ഡോക്ടർ അബ്ദുൽ ജലീൽ, VP ബഷീർ മാസ്റ്റർ, PN മുഹമ്മദ് മാസ്റ്റർ, സഹീർ മദനി, PV ആസാദ്, PV ആസിഫ്, ബാവ കടവത്ത്, ഫസൽ തേങ്ങാട്ട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 2018 വെള്ളപ്പൊക്കത്തിൽ എറണാകുളം ജില്ലയിലേക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച യൂത്ത് അലൈവിന്റെ നേതൃത്വത്തിൽ 4 വർഷം മുൻപാണ് ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി വിങ്സ് അലൈവ് രൂപീകരിച്ചത്. 50ഓളം കുട്ടികൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും വ്യായാമം, ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക പരിശീലനം എന്നിവ നൽകി വരുന്നു. കൂടാതെ കലാപരിപാടികൾ, ഉല്ലാസയാത്ര, ഫിസിയോതെറാപ്പി ഉൾപ്പെടെ പരിപാടികളും നടന്നുവരുന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് 4 വർഷമായി ക്യാമ്പിൽ എത്താറുള്ളത്. തുടക്കത്തിൽ രക്ഷിതാക്കൾക്കൊപ്പം വന്നിരുന്ന ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ള പല കുട്ടികളും ഇന്ന് സ്വന്തമായി എത്തുന്നു എന്നത് ഇവർക്ക് വന്ന മാനസിക വളർച്ചയുടെ തെളിവാണ്. ഭിന്നശേഷി ക്യാമ്പിന് പുറമെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി വരാറുള്ള യൂത്ത് അലൈവിന് നിലവിൽ 5000ഓളം സന്നദ്ധ പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിലായുണ്ട്.